കൊണ്ടുവരും. ഇത് 2 വെള്ളത്തിൽ കഴുകും. കഴുകിയിട്ട് മിഷീനിലിട്ട് അടിക്കും. മിഷീനിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ കോഴിയിൽ കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്യുക. ബ്ലീച്ച് ചെയ്തിട്ട് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് വരും. ഇത് കയറ്റി വെച്ചിട്ട് ആസിഡിൽ വെക്കും. ഇത് നമ്മൾ ചുറ്റിക്കൊടുത്താലാണ് അവർ തുണി ഉണ്ടാക്കുക. ചുറ്റിക്കൊടുത്ത് ഈ പണി നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ചായമുറിയിൽ നിന്ന് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് തുണിയാക്കാൻ കൊടുക്കുന്നത്. ഉണക്കി പണി. നൂല് വന്നു അത് ബോയിലറിലിട്ട് 8 മണിക്കൂർ പുഴുങ്ങി അത് ബ്ലീച്ച് ചെയ്ത് പിന്നെ ബ്ലീച്ച് ചെയ്തിട്ട് അതിന് ഏത് കളറാണ് വിടുന്ന ആ കളറായി ഡൈസിൻ്റെ എൻ്റെ കൂട്ടെന്ന് നമുക്കറിയില്ല. ഇതെന്തെല്ലാം അതിൻ്റെ കൂട്ടുണ്ട് തന്നെ. മെയിനായിട്ട് ഹൈഡ്രോസ്, സൾഫൂരിക് ആസിഡ്, അങ്ങനെ കുറേ ആസിഡ് ഇതെല്ലാം വേണം. അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ ഡൈങ് വാഷ് കേരളം ചിറ്റിയിട്ട് നമ്മളിത് നെല്ല് ചിറ്റിയിട്ട് വന്നിട്ട് ഇത് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് നൂറ് ഒരു നെല്ലിക്ക് ചുറ്റിയാൽ 6800 മീറ്ററിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് 10 മീറ്റർ വെക്കണം. ഒരു 3000 നൂലാണ് വെക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ 3000 മീറ്റർ 10 30,000 മീറ്റർ അതിൻ്റെ ലെങ്ത്തായി. ചുറ്റി പാവ് കഴിച്ച് എന്നിട്ട് നമ്മൾ പാവ് നിറക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് റോളുമേൽ കയറ്റും. റോളുമേൽ തിരിച്ചിട്ട് റോളിവിടെ കൊണ്ടുവരും. പാവ് റോള് എന്നിട്ട് പിരിക്കുന്നവർ ഇതിങ്ങനെ പിരിച്ച് അതിനപ്പുറമായിട്ട് ആക്കും. അത് കഴിഞ്ഞ് നമ്മൾ പാവിൻ്റെ കൂടെ വാങ്ങിക്കൊണ്ട് ചെറിയ നെല്ല് കിട്ടും. എന്നിട്ട് നമ്മൾ ഓടത്തിലിട്ട് സാധനത്തിലിട്ടിട്ട് നെല്ലിയാക്കി ചെറിയ നെല്ല്. ഇത് വലിയ നെല്ല്. ഇതിലാണ് പാവ് വരുന്നത്. ഇതിങ്ങനെ തിരിച്ച് കയറ്റും മേലെ. ഇതങ്ങനെ ഇതിന് കോർത്തിട്ടിട്ട് പാവ് തിരിച്ച് കയറ്റും റോളിൽ. ആ റോളിൽ ഇതിപ്പുറം തിരിച്ചാക്കി കഴിഞ്ഞതിന് ശേഷം ഈ നെല്ല് ഇടിച്ച് ഇങ്ങനെയിട്ട്
ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് എക്സ്പോർട്ടിങ്ങിന് അതെ അളന്ന് നിങ്ങൾ വീട്ടുകാരെ അളന്നിട്ട് അവർ മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അളന്ന് വെക്കും. ഇത് പിന്നെ നമ്മളത് നെറ്റ് ഫോൾഡിൽ മടക്കും. ബെഡ്ഷീറ്റ്, പിന്നെ പില്ലോ കവർ, പിന്നെ 26 ധോത്തി, പിന്നെ ഡബിൾ ധോത്തി, പിന്നെ ഫ്ലോർ മാറ്റ്, പിന്നെ ഷർട്ട് പീസ്, പിന്നെ സാരീസ്, പിന്നെ കുഷൻ എക്സ്ട്രാ. എൻ്റെ പേര് രമിത്ത്. പിന്നെ ഞാൻ ഇവിടെ കല്ലേശ്ശേരി വീവേഴ്സിൽ കേഷ്യറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു 2 വർഷത്തോളമായി. അപ്പോൾ ഈ കമ്പനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ മെയിനായിട്ട് ക്ലോത്താണ്, വീവിങ്, മൈൻഡിങ്, അതുപോലെ ഡൈനിങ് പ്രോസസ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും സ്ത്രീകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകൾക്ക് പിന്നെ വേജസ് കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ ഈ വീവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വർക്കേഴ്സിന് ആവശ്യമായ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എൻ്റെ സൗകര്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേര് ശ്രീജേഷ്, സ്ഥലം കല്ലേശ്ശേരിയാണ്. എൻ്റെ കല്ലേശ്ശേരി യൂണിവേഴ്സിറ്റി പിന്നെ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഞാൻ വരുമ്പോൾ കല്ലേശ്ശേരി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ക്ലർക്കായിട്ട് വന്നത്. അതിനുശേഷമാണ് ഇവിടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ സ്ഥാപനത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ, അതുപോലെ തന്നെ നീതി സൂപ്പർ മാർക്കറ്റ്, സ്റ്റുഡൻറ്റ് മാർക്കറ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ ജോലി എന്ന് പറഞ്ഞത് അക്കൗണ്ട്സ് ബന്ധപ്പെട്ടുള്ള ജോലിയാണ്. ഈ പിന്നെ യൂണിവേഴ്സിലെ അതുപോലെ തന്നെ ഈ 3 സ്ഥലത്തിലെ പർച്ചേസ്, സെയിൽസ്, അവിടുത്തെ കാര്യങ്ങളിൽ എൻ്റർ ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക ചുമതലയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പേര് മഹേഷ്, ഞാനിവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ സൊസൈറ്റി ഏതാണ്ട് ഇവിടെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 24 വർഷത്തോളമായി. 24 വർഷമായിട്ട് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ പിന്നെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് പിന്നെ നേരത്തെ വെള്ളം ഒരു ഏതാണ്ട് ഒരു മോർ ദാൻ 80% എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എക്സ്പോർട്ട് ഐറ്റംസ് കുറച്ച് കുറഞ്ഞു. നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് അടക്കം കൂടുതൽ വെറൈറ്റിയിലെ പ്രൊഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു 10-20 വർഷം മുന്നേ നമ്മൾ ബെഡ്ഷീറ്റും മറ്റുള്ള ഡൊമസ്റ്റിക്കിലെ സാധാരണ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ ഒരുപാട് മറ്റു തരത്തിലുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ജക്കാർഡ് വീവിങ് സാരീസ് അടക്കം എന്ത് ഡിസൈൻസ് ആണോ കൊണ്ടുവരുന്നത് ആ ഡിസൈൻസിന് അടക്കം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഹൈ ടെക്നോളജിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. എല്ലാ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്തിലുണ്ടാകുന്ന പല വെറൈറ്റി ഐറ്റംസും നമ്മൾക്കിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് സന്തോഷ് കുമാർ, കല്ലേശ്ശേരി യൂണിവേഴ്സിൻ്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഇതിൻ്റെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപനം 1968 രജിസ്റ്റർ ചെയ്തത്. 68 മാർച്ച് മാസം 25-ാം തീയതി രജിസ്റ്റർ ചെയ്യുകയും 28-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 25 വ്യൂവേഴ്സാണ് ഉണ്ടായിരുന്നത്. അത് ഗ്രാജുവലായിട്ട് വർദ്ധിച്ച് വന്നു. ഇപ്പോൾ 214 പേരാണ് ആകെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബിസിനസ് മെയിനായിട്ട് ഹോം ഫർണിഷിംഗ് തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കലാണ് നമ്മുടെ പ്രധാന ഇതുള്ളത്. പിന്നെ സ്കൂൾ യൂണിഫോമിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിലേക്ക് വേണ്ടുന്ന പ്രോഡക്ട്സ് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഏറെക്കുറെ 50% ഇപ്പോൾ 50%ഓളം എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് വേണ്ടുന്ന ലിനൻ ഐറ്റം
ഫാബ്രിക്സ് ആണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്കൂൾ യൂണിഫോമിൻ്റെ ഒരു 20% മാത്രമേ സ്കൂൾ യൂണിഫോമിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ലൂംസ് മാർക്കറ്റ് വെച്ചിട്ടുള്ളൂ. അതേപോലെ ലോക്കൽ മാർക്കറ്റിലേക്ക് ബാക്കി 30%. ഇവിടെ നമ്മുടെ ടേൺ ഓവർ പറയുമ്പോൾ കഴിഞ്ഞ വർഷം 6 കോടി രൂപയാണ് ടേൺ ഓവർ. അതിന് മുന്നേ 7 കോടി ഉണ്ടായിരുന്നതാണ്. പക്ഷെ കാലക്രമേണ നമ്മുടെ കൈത്തറിയുടെ നമ്മുടെ എന്താ പറയുക ഡിമാൻഡ് ഈ എക്സ്പോർട്ട് മാർക്കറ്റിൽ അല്പം കുറവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ടേൺ ഓവർ കുറയേണ്ട കാരണം. ഇപ്പോൾ അത് ക്രമേണ അത് പിക്ക് ചെയ്ത് വരുന്നുണ്ട്. ഏതായാലും പിന്നെ നമ്മുടെ ഒരുവിധം എല്ലാ പ്രോഡക്റ്റും ഹാൻഡ് വരുന്ന ബെഡ്ഷീറ്റ്, ഹോം ഫർണിഷിംഗ് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ സാരി, പില്ലോ കവറ്, ടേബിൾ കവറ്, അതുപോലെ കർട്ടൻസ്, ഫ്ലോർ മാറ്റ്, യോഗ മാറ്റ് തുടങ്ങിയ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.